എല്ലാവർക്കും ഹായ് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും മധുരം ഇഷ്ടമാണല്ലേ? ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർസ്കോച്ച് പുഡിംഗ് ആണ്. സോ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ബ്രൗൺ ഷുഗർ 80 ഗ്രാം, ബട്ടർ 30 ഗ്രാം, പാല് 400 ml, ഫ്രഷ് ക്രീം 200 ഗ്രാം, അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർക്കുക. അടുത്തതായി ഒരു ബൗളിൽ കോൺഫ്ലോർ 45 ഗ്രാം, വാനില എസൻസ് 1/4 ടേബിൾ സ്പൂൺ, മുട്ടയുടെ മഞ്ഞ മാത്രം 3 എണ്ണം, ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ അളന്നു മാറ്റി വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ചെടുത്ത് ചേർക്കുക. ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണത്. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി വിസ്ക് ചെയ്ത് മാറ്റി വയ്ക്കുക. ദെൻ ഒരു പാനിൽ ബ്രൗൺ ഷുഗർ ഇട്ട് അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റൗവിൽ വയ്ക്കുക. മെൽറ്റ് ചെയ്യുമ്പോൾ ഷുഗർ കരിയാതിരിക്കാനായി ശ്രദ്ധിക്കുക. അതിനായി ആദ്യം ഫയർ കൂട്ടിയും പിന്നീട് ഷുഗർ മെൽറ്റാകുന്നതനുസരിച്ച് ഫയർ കുറയ്ക്കുകയും ചെയ്യുക. ഷുഗർ നന്നായി മെൽറ്റായി വരുമ്പോൾ ബട്ടർ ആഡ് ചെയ്യുക. ബട്ടർ ആഡ് ചെയ്യുമ്പോൾ സ്ലോ ഫയറിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് രണ്ടും നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് മാത്രം മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഷുഗറും ബട്ടറും നന്നായി മിക്സായി വരുമ്പോൾ നേരത്തെ ബാക്കി വെച്ച പാൽ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഫയർ ഫുൾ ഫ്ലെയിമിലിട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ ആദ്യമൊക്കെ ഷുഗർ കട്ട പിടിച്ചതുപോലെ കാണപ്പെടും. അത് കുഴപ്പമില്ല. പാൽ തിളച്ചു കഴിയുമ്പോൾ അതൊക്കെ തന്നെ മെൽറ്റായി പൊക്കോളും. പാൽ നന്നായി തിളച്ചു വരുമ്പോൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലവർ മിക്സ് പാലിലേക്ക് ഒഴിച്ച് നന്നായി നിർത്താതെ മിക്സ് ചെയ്യുക. നന്നായി തിക്കായി വരുമ്പോൾ ഫയർ ഓഫ് ചെയ്ത് ഫ്രഷ് ക്രീം ഫുള്ളായി ഒഴിച്ച് മിക്സ് ചെയ്യുക. ഫ്രഷ് ക്രീം നല്ലവണ്ണം മിക്സ് ആയതിനു ശേഷം ബൗളിലോ ഫ്ലാറ്റ് കണ്ടെയ്നറുകളിലോ ആക്കി സെർവ് ചെയ്യാവുന്നതാണ്. പുഡിങ്ങിൻ്റെ ചൂട് മാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. ബട്ടർസ്കോച്ച് പുഡിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.